ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഈദ് പെരുന്നാൾ അടുത്തിരിക്കുകയല്ലേ. നമ്മളെപ്പോഴും ബിരിയാണി ഉണ്ടാക്കാതെ ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ മന്തി, അതുപോലെ ബീഫ് മന്തിയൊക്കെ. ഞാൻ ഇന്ന് ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിക്കൻ ഗ്രില്ല് ചെയ്യാതെ അതുപോലെ ഫ്രൈ ചെയ്യാതെ ഡയറക്റ്റ് റൈസിൽ നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കുന്ന രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. സ്പൈസി ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ, പിന്നെ ഇതിലേക്ക് ചിക്കൻ മന്തി മസാല ഞാൻ ചേർക്കുന്നുണ്ട്. അതൊരു 1/4 ടീസ്പൂൺ ചേർക്കുക. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. നന്നായി കൈകൊണ്ട് കുഴച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ പീസസിലോട്ട് തേച്ച് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 4 വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ മസാല ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. കത്തി കൊണ്ട് ചിക്കൻ പീസസ് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒന്ന് രാഗി കൊടുത്താൽ മസാലയൊക്കെ അതിൻ്റെ ഇടയിലോട്ട് നന്നായിട്ട് ഇറങ്ങും. നല്ലതുപോലെ മസാല പുരട്ടിയതിന് ശേഷം 3 മണിക്കൂർ നമ്മളുടെ റൂം ടെമ്പറേച്ചറിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് റൈസാണ് വേണ്ടത്. ഞാൻ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. മന്തി റൈസ് ഉണ്ടാക്കാനായിട്ട് സെല്ല റൈസാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എടുക്കാം. ഞാൻ സെല്ല റൈസാണ് 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകുക. നല്ലതുപോലെ വാഷ് ചെയ്യണം. അതിനുശേഷം അരമണിക്കൂർ നമ്മൾക്ക് കുതിരാനായിട്ട് വെച്ചിട്ട് വെള്ളം വാർന്നെടുക്കണം. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചെയ്യുന്നത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തത്. ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്കും ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്ത് ചേർക്കുക. പിന്നെ ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുക. എന്നിട്ട് ഇത് വഴന്നു വരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം. ഞാനിപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഒരു 3-4 മിനിറ്റെങ്കിലും നല്ലതുപോലെ മീഡിയം ഹീറ്റിൽ വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം ഞാൻ ഉപ്പിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്തത്. ഇതിലേക്ക് 2 ബേ ലീഫ് ചേർക്കുക. ഒരു 3 കഷ്ണം പട്ട ഒടിച്ച് ചേർക്കുക. 7-8 ഏലക്ക ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ബ്ലാക്ക് ലെമൺ ചേർക്കുക. ബ്ലാക്ക് ലെമൺ ഇല്ലെങ്കിൽ അത് ചേർക്കാതിരിക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 10-15 മുഴുവൻ കുരുമുളകും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം മൂടി വെച്ചൊരു 3 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കുക. അപ്പോൾ ഇതിൽ സവാളയും തക്കാളി ക്യാപ്സിക്കം എല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ആവും. അല്ലെങ്കിൽ ചോറിനകത്ത് ഇത് വേകാതെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ മൂടി വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വെള്ളം കളഞ്ഞു വെച്ച അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം.
ഇതിലേക്ക് ഇനി എരിവിനുള്ള 2 പച്ചമുളക് ചേർക്കാം. ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കവർ ചെയ്ത് 3 മുതൽ 4 മിനിറ്റ് വരെ മീഡിയം ഹീറ്റിൽ വേവിക്കുക. 4 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്, എന്നാലും താഴെ വെള്ളമുണ്ട്. വെള്ളം മുഴുവനായിട്ടും വറ്റിപ്പോകാത്ത രീതിയിലായിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 10-15 കറയാമ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചിക്കൻ മന്തി മസാല ഒരു 3/4 ടീസ്പൂൺ തൂവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. മീഡിയം ഹീറ്റിൽ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, കണ്ടോ? എന്നാലും ഒത്തിരി ഡ്രൈ ഒന്നും അല്ല, കുറച്ച് വെള്ളം ഇതിനകത്തുള്ളത് പോലെയാണ്. അതായത് അരിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവണം. ഇനി നമുക്കിത് ദം ചെയ്യാം. ഞാനിവിടെ ഒരു ദോശത്തവ, പഴയ ദോശത്തവയാണ്, കല്ലാണിത്, ദോശക്കല്ല് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ റൈസ് വേവിച്ച പോട്ട് എടുത്ത് വെക്കാം. ചോറിന് മീതെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 3 മണിക്കൂർ ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ് കേട്ടോ. അത് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ വേവിക്കാത്ത ചിക്കനാണിത്, പക്ഷേ ഇത് ചോറിൻ്റെ മീതെ ഇരുന്ന് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും വളരെ നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ടാവും. ചിക്കൻ ഗ്രില്ല് ചെയ്യാതെയും അതുപോലെ പാനിൽ ഫ്രൈ ചെയ്യാതെയും ഡയറക്റ്റായിട്ട് ചേർത്തിട്ടാണ് ഈ മന്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചാർക്കോള് കത്ത് പിടിപ്പിച്ചിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഫ്യൂംസൊക്കെ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മളിത് സീൽ ചെയ്ത് ബേക്ക് ചെയ്യണം. അലൂമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നല്ലതുപോലെ സീൽ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് മൂടിയും കൂടി വെച്ചിട്ട് 1 മണിക്കൂർ ലോ ഹീറ്റിൽ ബേക്ക് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുകയാണെങ്കിൽ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് റൂമിലിരിക്കുമ്പോൾ ഈ മന്തിയുടെ സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിത് തുറന്ന് എടുക്കാവുന്നതാണ്. നമുക്കിനി ഇതിലെ കരിയുള്ള പാത്രം നമുക്ക് എടുത്ത് മാറ്റാം. വെന്ത് കഴിയുമ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ ഇങ്ങനെ വിണ്ട് കയറും. അതുപോലെ നന്നായിട്ട് വിണ്ട് വന്നിട്ടുണ്ട്. അതിനർത്ഥം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. ചിക്കൻ പീസസൊക്കെ നമുക്ക് പോട്ടിൽ നിന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾക്ക് സോഫ്റ്റായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എടുത്താൽ മതിയാകും. ചിക്കനൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നമുക്ക് റൈസിലേക്ക് കുറച്ച് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ചിക്കൻ മന്തി മസാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് പെരുന്നാളിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. താങ്ക് യു.